Hi students, good morning to all. Today we are going to discuss accounting equation. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അക്കൗണ്ടിങ് ഇക്വേഷനുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. ആദ്യമായിട്ട് എന്ത് ചെയ്യാം, നമുക്കൊരു പ്രോബ്ലം വായിച്ച് നോക്കാം. ഗിവ് അക്കൗണ്ടിങ് ഇക്വേഷൻ ആഫ്റ്റർ ഈച്ച് ഓഫ് ദി ഫോളോവിങ് ട്രാൻസാക്ഷൻ. അതായത് താഴെ നൽകിയിരിക്കുന്ന ഓരോ ട്രാൻസാക്ഷനും എന്ത് ചെയ്യുക ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുക അക്കൗണ്ടിങ് ഇക്വേഷൻ തയ്യാറാക്കാനാണ്. ഇപ്പൊ എന്തിനാണ് അക്കൗണ്ടിങ് ഇക്വേഷൻ ചെയ്യുന്നത് നമുക്ക് ആദ്യമായിട്ട് അറിയണം. അതായത് ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ അസറ്റുകളും ലാബിലിറ്റീസും, അതായത് അസറ്റ് മീൻസ് എന്നാണ്, അതായത് അസറ്റും അതുപോലെ തന്നെ ലാബിലിറ്റീസും അല്ലെങ്കിൽ ഇക്വിറ്റീസും തുല്യമാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു ബിസിനസിന്റെ ആസ്തികളും ഒരു ബിസിനസിന്റെ ബാധ്യതകളും തുല്യമാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അക്കൗണ്ടിങ് ഇക്വേഷൻ പ്രോബ്ലം എന്താണ് ചെയ്യുന്നത്. അപ്പൊ അതെന്താണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ ഇതിന്റെ കോളംസ് ഫസ്റ്റ് ഒരു ട്രാൻസാക്ഷൻ കോളംസ് ആണ്. ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുക ട്രാൻസാക്ഷൻ എൻട്രി ചെയ്യുന്നത്. ഇവിടെ എന്ത് ചെയ്യുക, നിങ്ങൾ ഇക്വേഷൻ എഴുതി വെക്കുക. ഇക്വേഷൻ എന്താണ്? അസറ്റ് ഈസ് ഈക്വൽ ടു അസറ്റ് ഈസ് ഈക്വൽ ടു ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അസറ്റ് ഈസ് ഈക്വൽ ടു ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. അപ്പൊ ലാബിലിറ്റീസും ക്യാപിറ്റലും കൂട്ടിക്കഴിഞ്ഞാൽ അത് എന്തിന് തുല്യമാണ്? അത് അസറ്റിന് തുല്യമാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോബ്ലം ഇവിടെ വർക്ക്ഔട്ട് ചെയ്യുന്നത്. ഇനി ക്വസ്റ്റ്യനിലേക്ക് പോകാം. സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്. അതായത് ക്യാഷ് ഇറക്കിക്കൊണ്ടെന്നാണ് ഒരാൾ ബിസിനസ് തുടങ്ങി. സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്. ഈ ട്രാൻസാക്ഷൻ എന്താണ്? ഈ ഒരു ട്രാൻസാക്ഷൻ കോളത്തിൽ എഴുതാം. സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്. ഫസ്റ്റ് ട്രാൻസാക്ഷൻ ആണ് സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്. സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് ₹5,000. അപ്പോൾ ഒരാള് 5,000 രൂപ മുതൽ മുടക്കിക്കൊണ്ട് ബിസിനസ് തുടങ്ങി. ഇനി എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇവിടുത്തെ രണ്ട് ആസ്പെക്റ്റുകൾ നമ്മൾ മനസ്സിലാക്കണം. ഈ ഒരു ട്രാൻസാക്ഷനിലെ രണ്ട് ഘടകങ്ങൾ എന്താണ് നമ്മൾ മനസ്സിലാക്കണം. ഒരാൾ എന്താണ് ക്യാഷ് ഇറക്കിക്കൊണ്ട് ബിസിനസ് തുടങ്ങി. ഇപ്പൊ ക്യാഷ് ഇറക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടുത്തെ ഒരു എലമെന്റ് എന്നുള്ളത് എന്താണ്? ക്യാഷ് ആണ്. അയാളുടെ കയ്യിലുള്ള പോക്കറ്റിലുള്ള ക്യാഷ് എന്താണ് ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്നു. അങ്ങനെ ഒരു മുതലാളി ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്ന ഒരു ഓണർ ബിസിനസ്സിലേക്ക് ഇറക്കുന്ന ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന എമൗണ്ടിന് എന്താണ് വിളിക്കുന്നത്? ക്യാപിറ്റൽ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ക്യാഷ് ഇറക്കിക്കൊണ്ട് ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ അവിടുത്തെ രണ്ട് ആസ്പെക്റ്റുകൾ ഏതൊക്കെയാണ്? ഒന്ന് ക്യാഷും ഒന്ന് ക്യാപിറ്റലുമാണ്. ക്ലിയർ ആയല്ല? അപ്പോൾ ഒന്ന് ക്യാഷ് ആണ്, ഒന്ന് ക്യാപിറ്റൽ ആണ്. അപ്പൊ ക്യാഷ് എന്നുള്ളത് എന്താണ്? അത് അസറ്റ് ആണ്. ക്യാഷ് എന്നുള്ളത് എന്താണ്? ബിസിനസിന്റെ ഒരു ആസ്തിയാണ് ക്യാഷ് എന്നുള്ളത്. അതുപോലെ തന്നെ ക്യാപിറ്റൽ, ഇവിടെ പറഞ്ഞല്ലോ ക്യാപിറ്റൽ. ഇവിടെ ഞാനിത് ഇപ്പോൾ എഴുതാൻ കാരണം ഈ ഒരു ട്രാൻസാക്ഷനിൽ രണ്ട് ഘടകങ്ങളാണ് ഉള്ളത്. ഒന്ന് ക്യാഷ്, ആ ക്യാഷ് എന്താ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ ക്യാഷ് ഇതെന്താണ്? ഇങ്ങനെ ക്യാഷ് കൊണ്ടുവരുമ്പോൾ എന്തായിട്ടാണ് കൊണ്ടുവരുന്നത്? ക്യാപിറ്റൽ ആയിട്ടാണ് ഈ ക്യാഷ് കൊണ്ടുവരുന്നത്. അപ്പൊ എന്താണ് ഇവിടെ ക്യാപിറ്റൽ. ഇങ്ങനെ ക്യാഷ് വന്നു, ക്യാപിറ്റൽ വന്നു. 5,000 രൂപ അല്ലേ? ഇപ്പൊ ക്യാഷ് ആയിട്ട് ബിസിനസ്സിലേക്ക് എന്താണ് 5,000 രൂപ വന്നു. ബിസിനസ്സിലേക്ക് ക്യാഷ് എത്ര? 5,000 രൂപ ബിസിനസ്സിലേക്ക് വന്നു. ഇതെന്താണ്? അതേ സമയത്ത് എന്താണ് ഇവിടെ ഈ ബിസിനസ് അതിന്റെ ഓണർക്ക് എന്താണ് ക്യാപിറ്റൽ ആയിട്ട് 5,000 രൂപ എന്താണ് 5,000 രൂപ അയാൾ ക്യാപിറ്റൽ ആയിട്ട് ബിസിനസ് എന്താണ് ക്യാപിറ്റൽ ആയിട്ട് ഓണർക്ക് കൊടുക്കേണ്ടതാണ്. അപ്പോൾ 5,000 എന്താണ് ഇവിടെ അസറ്റ് ആണ്, ക്യാപിറ്റൽ 5,000. ഇവിടെ നിങ്ങൾ നോക്കുക, അസറ്റ് ഈസ് ഈക്വൽ ടു ലാബിലിറ്റീസ് എന്നുള്ള ഇക്വേഷൻ എന്നാണ് ഇവിടെ ശരിയാണ്. കാരണം അസറ്റില് 5,000, അതുപോലെ എന്താണ് ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ എന്നാണ് 5,000. രണ്ട് സൈഡ് എന്നാണ് ഈക്വൽ ആണ്. ഇനി രണ്ടാമത്തെ ട്രാൻസാക്ഷൻ നോക്കുക. പർച്ചേസ്ഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ്. പർച്ചേസ്ഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് എത്രയാണ് എമൗണ്ട്? എമൗണ്ട് ₹400. ₹400 രൂപക്ക് സാധനങ്ങൾ കടത്തിന് വാങ്ങി. എന്തിനാണ് വാങ്ങിയത്? കടത്തിനാണ് വാങ്ങിയത്. 400 രൂപക്ക് സാധനങ്ങൾ വാങ്ങുമ്പോൾ ബിസിനസ്സിലേക്ക് എന്ത് വരും? 400 രൂപയുടെ സ്റ്റോക്ക് വരും.
സാധനങ്ങൾ വാങ്ങല്ലേ, അപ്പൊ എന്ത് ചെയ്യും, ബിസിനസ്സിലേക്ക് എന്ത് ചെയ്യും, സ്റ്റോക്ക് വരും. ഇനി കടത്തിനാണ് വാങ്ങുന്നത്, കടത്തിന് വാങ്ങുമ്പോൾ എന്താണ് സംഭവിക്കുക, ബിസിനസ് ഒരു സപ്ലയർക്ക് ആരെ കയ്യിൽ നിന്നാണ് വാങ്ങുന്നത് അവർക്ക് എന്താണ് ബിസിനസ് ക്യാഷ് കൊടുക്കാനുണ്ടായിരിക്കും. ബിസിനസ് ക്യാഷ് കൊടുക്കാനുള്ള ആളുകളെ എന്താണ് വിളിക്കുന്നത്, ക്രെഡിറ്റേഴ്സ് എന്നാണ് വിളിക്കുന്നത്. ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചതാണ്, എന്താണ് ക്രെഡിറ്റേഴ്സ് എന്നൊക്കെ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ബിസിനസ് ഇവിടെ കടത്തിന് വാങ്ങുമ്പോൾ ഒരു പാർട്ടിക്ക് ക്യാഷ് കൊടുക്കാനുണ്ടാകുന്നു. ഇങ്ങനെ ക്യാഷ് കൊടുക്കാനുള്ള പാർട്ടീസിനെ എന്താണ് വിളിക്കുന്നത്, ക്രെഡിറ്റേഴ്സ് എന്നാണ് വിളിക്കുന്നത്. ഇവിടെ നിന്നാണ് ശ്രദ്ധിക്കുക, ക്രെഡിറ്റേഴ്സ് എന്നുള്ളത് എന്താണ്, ക്യാഷ് കൊടുക്കാനുള്ള ബാധ്യതയാണ്, അതൊരു ലാബിലിറ്റിയാണ്. അതുകൊണ്ട് എന്താണ് ലാബിലിറ്റിയുടെ താഴത്താണ് എഴുതുന്നത് ക്രെഡിറ്റേഴ്സ്. ക്രെഡിറ്റേഴ്സ്. അതുപോലെ ഇവിടെ നിന്നാണ് സ്റ്റോക്ക് വരുന്നുണ്ട്. ഓരോ ട്രാൻസാക്ഷൻ എഴുതുമ്പോൾ അഡീഷണൽ ആയിട്ട് വരുന്നത് ഇവിടെ ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി. ഇവിടെ നിന്നാണ്, ഇവിടെ സ്റ്റോക്കിലെ 0 ആണ്, ഇവിടെ ക്രെഡിറ്റേഴ്സിലാണ് 0. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, പർച്ചേസ്ഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ₹400, 400 രൂപക്ക് സാധനങ്ങൾ കടത്തിന് വാങ്ങി. അപ്പോൾ ബിസിനസ്സിലേക്ക് എന്താണ് 400 രൂപയുടെ സാധനം വരുന്നു. ക്ലിയർ ആയല്ലോ. അതുപോലെ ബിസിനസ് 400 രൂപ എന്താണ് കൊടുക്കാനുണ്ടാകുന്നു, ക്രെഡിറ്റേഴ്സ് 400 രൂപ. ഇവിടെ എന്താണ് ക്യാപിറ്റൽ കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല, ക്യാഷിന് എന്താണ് ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല. ഇനി എന്ത് ചെയ്യാം, ഇത് ടോട്ടൽ ചെയ്യാം. ഇത് ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 5,000 പ്ലസ് 400 പ്ലസ് അതുപോലെ 400 പ്ലസ് 5,000. ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെ അസറ്റ് എത്രയാണ്, 5,400 ആണ്. അതുപോലെ ഇവിടെയും 5,400 ആണ്, 5,400 ആണ്. ഇത് രണ്ടും കൂട്ടുമ്പോൾ എന്നാണ് നമുക്ക് ആൻസർ ലഭിക്കുന്നത്. ഇവിടെ എന്താണ് അക്കൗണ്ടിംഗ് ഇക്വേഷൻ കറക്റ്റ് ആണ്. അസറ്റ് ഈസ് ഈക്വൽ ടു ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. ഇവിടെ എന്താണ് ഈ അസറ്റ് എന്നുള്ളത് ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റലിന് ഈക്വൽ ആണ്. ഇങ്ങനെ അസറ്റുകളും ബാധ്യതകളും എപ്പോഴും തുല്യമാണ്, ഈക്വൽ ആണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോബ്ലം എന്താണ് നമ്മൾ ചെയ്ത് നോക്കുന്നത്. ഇനി ഇതിലെ മൂന്നാമത്തെ ട്രാൻസാക്ഷൻ എന്ത് ചെയ്യാം നോക്കാം. പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. മൂന്നാമത്തെ ട്രാൻസാക്ഷൻ ആണ് പർച്ചേസ്ഡ് ഗുഡ്സ്. പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. അപ്പോൾ ക്യാഷിന് എന്താണ്, ക്യാഷ് കൊടുത്ത് റെഡി ക്യാഷ് കൊടുത്തിട്ട് എന്താണ് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുകയാണ്. ₹100. പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് ₹100. 100 rupees 100 രൂപക്ക് സാധനങ്ങൾ ക്യാഷ് കൊടുത്തിട്ട് വാങ്ങി. ഈ ട്രാൻസാക്ഷന്റെ രണ്ട് ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, സാധനങ്ങൾ വാങ്ങല്ലേ, വാങ്ങുമ്പോൾ എന്ത് ചെയ്യും, ബിസിനസ്സിലേക്ക് സാധനങ്ങൾ വരുന്നു, സ്റ്റോക്ക് വരുന്നു. അപ്പോൾ സ്റ്റോക്ക് ആയിട്ട് എത്രയാണ്, സ്റ്റോക്ക് ആയിട്ട് ഇവിടെ 100 രൂപയുടെ സ്റ്റോക്ക് ബിസിനസ്സിലേക്ക് കൂടുന്നു. ഇനി ക്യാഷ് അല്ലേ കൊടുക്കുന്നത്, ക്യാഷ് കൊടുക്കുമ്പോഴോ ആ ബിസിനസ്സിന്റെ ക്യാഷ് കുറയുന്നു. അപ്പൊ ക്യാഷ് എന്ത് ചെയ്യാം, അവിടുന്ന് കുറച്ച് കാണിക്കാം, 100 രൂപ. അപ്പോൾ ക്യാഷ് നമ്മൾ മൈനസ് കണ്ടോ, -100 പറഞ്ഞാൽ 100 രൂപ കൊടുക്കുന്നു, അത്രയും സാധനങ്ങൾ ബിസിനസ്സിലേക്ക് വരുന്നു. ഇനി ഇവിടെ ക്രെഡിറ്റേഴ്സിനൊന്നും സംഭവിക്കുന്നില്ല. അതുപോലെ ക്യാപിറ്റൽ എന്താണ് കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. ഇനി എന്ത് ചെയ്യാം, ഇത് ടോട്ടൽ ചെയ്ത് നോക്കാം. ഇവിടെ എത്രയാണ്, 5000 നിന്നും 100 കുറച്ചാൽ 4900 എന്ന ആൻസർ ലഭിക്കും. 4900. ഇവിടെ എത്രയാണ്, 500. ഇവിടെ എത്രയാണ്, 400 എന്ന് ലഭിക്കുന്നു. ഇവിടെ എന്താണ്, 5000. ഇവിടെ എത്രയായി, ഇപ്പോൾ ഇവിടെ സൈഡിൽ നോക്കുക, 5400 ആണ്, ഇവിടെയും 5400 ആണ്. ഇപ്പോൾ എന്താണ്, രണ്ട് സൈഡ് എന്താണ് ഈക്വൽ ആണ്. ഇപ്പോൾ എന്താണ് നമ്മുടെ അക്കൗണ്ടിംഗ് ഇക്വേഷൻ, അസറ്റ് ഈസ് ഈക്വൽ ടു ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ എന്നുള്ള ഒരു ഇക്വേഷൻ എന്നാണ് ഇപ്പോഴും കറക്റ്റ് ആണ്. ഇനി ട്രാൻസാക്ഷൻ എന്താണ് 4. ട്രാൻസാക്ഷൻ 4 നോക്കാം. എന്താണ്, പർച്ചേസ്ഡ് പോസ്റ്റൽ ആർട്ടിക്കിൾസ്. പർച്ചേസ്ഡ് postal articles. Purchased postal articles ₹50. 50 രൂപ. പർച്ചേസ്ഡ് പോസ്റ്റൽ ആർട്ടിക്കിൾസ് ₹50. അതായത് പോസ്റ്റൽ ആർട്ടിക്കിൾസ് വാങ്ങുക എന്ന് പറഞ്ഞാൽ അതൊരു എക്സ്പെൻസ് ആണ്, അതൊരു ബിസിനസിന്റെ ഒരു ചെലവാണെന്ത്, പോസ്റ്റൽ ആർട്ടിക്കിൾസ് എന്നുള്ളത്. ഇപ്പം പോസ്റ്റൽ ആർട്ടിക്കിൾസ് വാങ്ങുക എന്ന് പറഞ്ഞാൽ അതൊരു എക്സ്പെൻസ് ആണ്, ചെലവാണ്. അതുകൊണ്ടെന്നാണ് ഈ 50 രൂപ ഇവിടെ നിന്ന് കുറയും, ക്യാഷ് നിന്ന് കുറയുന്നു. 50 രൂപ കൊടുത്തിട്ടല്ലേ പോസ്റ്റൽ ആർട്ടിക്കിൾസ് വാങ്ങുന്നത്, ഇതൊരു എക്സ്പെൻസ് ആണ്.
എക്സ്പെൻസ് എപ്പോഴും കുറയുന്നത് എവിടെ നിന്നായിരിക്കും? ക്യാപിറ്റലിൽ നിന്നായിരിക്കും. ബിസിനസ്സിന് ഒരു ചെലവ് വന്നു കഴിഞ്ഞാൽ അക്കൗണ്ടിങ് ഈക്വേഷൻ ചെയ്യുമ്പോൾ അത് മൈനസ് ചെയ്യേണ്ടത് ക്യാപിറ്റലിൽ നിന്നാണ്. ഈ ബിസിനസ്സിനൊരു വരുമാനം, ഒരു ഇൻകംസ് ആണ് ബിസിനസ് വരുന്നതെങ്കിൽ അത് എന്ത് ചെയ്യണം? ക്യാപിറ്റലിന്റെ കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എക്സ്പെൻസ് ആണെങ്കിൽ ക്യാപിറ്റലിൽ നിന്നും ലെസ് ചെയ്യേണ്ടതാണ്, മൈനസ് ചെയ്യേണ്ടതാണ്. അതേ സ്ഥാനത്ത് എന്താണ് ഇവിടെ? അതേ സ്ഥാനത്ത് അതൊരു ഇൻകം, അതൊരു വരുമാനമാണെങ്കിൽ അത് ക്യാപിറ്റലിന്റെ കൂടെ ആഡ് ചെയ്യേണ്ടതാണ്. ഇവിടെ എന്താണ്? പോസ്റ്റൽ ആർട്ടിക്കിൾസ് വാങ്ങി എന്ന് പറഞ്ഞാൽ ബിസിനസിന്റെ ഒരു ചെലവാണ്. അതുകൊണ്ട് എന്താണ്? അത് ക്യാപിറ്റലിൽ നിന്നും മൈനസ് ചെയ്യുന്നു. -15. അപ്പോൾ ക്യാപിറ്റലിൽ നിന്ന് മൈനസ് ചെയ്തു, ക്യാഷ് നിന്ന് മൈനസ് ചെയ്തു. കാരണം ക്യാഷ് എന്താണ്? കൊടുക്കുകയാണ്. ക്യാപിറ്റൽ എന്താണ്? അത് ചെലവായതുകൊണ്ട് അത് അവിടെ നിന്ന് കീക്കാണ്. ഇതാണ് ഇവിടെ ചെയ്യേണ്ടത്. ഇവിടെ എന്താണ്? 0 ഇട്ട് കൊടുക്കുക. അവിടെ ഒന്നും സ്റ്റോക്ക് കുറയുകയോ കൂടുകയോ ചെയ്യുന്നില്ല, ക്രെഡിറ്റേഴ്സും കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. അതുകൊണ്ട് എന്താണ്? 0 ഇട്ട് കൊടുക്കുകയാണ്. ഇവിടെ എന്താണ്? 4900 നിന്നും 50 കുറച്ച് കഴിഞ്ഞാൽ 4850 രൂപ. ഇവിടെ എന്താണ്? 500. അതുപോലെ എന്താണ്? ഇവിടെ എന്താണ്? 400. ഇവിടെ എത്രയാണ്? 4950 രൂപ. ഇപ്പോൾ എന്താണ്? നിങ്ങൾ നോക്കുക, ഇതും കൂട്ടിക്കഴിഞ്ഞാൽ രണ്ട് സൈഡ് എന്താണ്? ഇപ്പോഴും ഈക്വൽ ആയിരിക്കും. അതിലെന്തില്ല? ഒരു വ്യത്യാസവും ഉണ്ടായിരിക്കുന്നതല്ല. ഇനി അഞ്ചാമത്തെ ട്രാൻസാക്ഷൻ ആണ് വിഡ്രൂ ഫോർ പേഴ്സണൽ യൂസ് ഫോർ ₹70,000. വിഡ്രൂ ഫോർ പേഴ്സണൽ യൂസ് ₹70. വെറും 70 ആണ്, 70,000 അല്ല, 70. വിഡ്രൂ for personal use ₹70. അപ്പോൾ 70 രൂപ എന്നാണ് പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് 70 രൂപ പിൻവലിച്ചു. പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് എന്താണ്? 70 രൂപ പിൻവലിച്ചു. അദ്ദേഹത്തിന്റെ വ്യക്തിഗത ആവശ്യത്തിന് വേണ്ടിയിട്ട് ബിസിനസ്സിൽ നിന്നും 70 രൂപ പിൻവലിച്ചു. ഇതെന്താണ്? ക്യാഷ് നിന്ന് കുറയുകയാണ്. കാരണം ക്യാഷ് പിൻവലിക്കല്ലേ, ക്യാഷ് നിന്ന് കുറയുകയാണ്. അതേ സ്ഥാനത്ത് എന്ത് ചെയ്യും? അദ്ദേഹം സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് ക്യാഷിൽ നിന്നും പിൻവലിക്കുമ്പോൾ അത് എവിടെ നിന്നും കുറയും? അദ്ദേഹത്തിന്റെ ക്യാപിറ്റലിൽ നിന്നും കുറയും. കാരണം അദ്ദേഹം കൊണ്ടുവന്ന ക്യാപിറ്റൽ മൂലധനല്ലേ, അവിടെ നിന്നാണ് എന്ത് കുറയുന്നത്? എക്സ്പെൻസ് കുറയുന്നത്. കാരണം വ്യക്തിഗത ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരാൾ ബിസിനസ്സിൽ നിന്നും പണം പിൻവലിക്കുകയാണെങ്കിൽ അതിനെ ഡ്രോവിങ്സ് എന്നാണ് വിളിക്കുന്നത്. അക്കൗണ്ടിങ് ടേം ആണെന്ന് ഡ്രോവിങ്. ഈ ഡ്രോവിങ് എവിടെ നിന്നാണ് മൈനസ് ചെയ്യുക? ക്യാപിറ്റലിൽ നിന്നാണ് ഡ്രോവിങ്സ് മൈനസ് ചെയ്യുക. ഇവിടെ എന്താണ്? -70. ക്യാഷിന് 50 രൂപ കുറഞ്ഞു, ക്യാഷിന് 70 രൂപ കുറഞ്ഞു. ഇവിടെ എന്താണ്? 0. ഇവിടെ എന്താണ്? 0. ഇവിടെ എന്താണ്? -70. ക്യാപിറ്റലിന് 70 മൈനസ് ചെയ്തു. അതുപോലെ തന്നെ എന്താണ്? ഇവിടെ ക്യാഷിന് എന്താണ്? 70 രൂപ മൈനസ് ചെയ്തു. ഇനി എന്ത് ചെയ്യാം? ഇത് ടോട്ടൽ ചെയ്ത് നോക്കാം. ഇവിടെ 4780 എന്ന് ലഭിക്കും. 4780 എന്നാണ് ആൻസർ ലഭിക്കുന്നത്. പ്ലസ് ഇവിടെ 500 തന്നെയാണ്. ഇവിടെ വ്യത്യാസമില്ല, 400 തന്നെയാണ്. ഇവിടെ എന്താണ്? 4950 നിന്നും 70 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 4880. 4880. ഇനി എന്താണ്? ഇത് രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ 4780 പ്ലസ് 500 എത്ര ലഭിക്കും? 5280 എന്ന് ലഭിക്കും. ആൻസർ എത്രയാണ്? 5280. ഇവിടെ എത്രയാണ്? 5280 ആണ്. അതുപോലെ തന്നെ ഇവിടെ എത്രയാണ്? 5280. അപ്പോൾ ഇവിടെ എന്താണ്? അക്കൗണ്ടിങ് ഇക്വേഷൻ ഒരു ബിസിനസിന്റെ ക്യാപിറ്റൽ പ്ലസ് ലാബിലിറ്റീസ്, അതിന് ഇക്വിറ്റീസ് എന്നാണ് പറയുന്നത്. ഇക്വിറ്റിയും അതുപോലെ തന്നെ അസറ്റുകളും എപ്പോഴും ഈക്വൽ ആയിരിക്കും. ഇവിടെ ഈ പ്രോബ്ലത്തിലൂടെ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി? അസറ്റ് എന്നാണ് 5280, അതിന് സമമാണെന്ത്? അവിടുത്തെ ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ 5280. ഇപ്പൊ രണ്ട് സൈഡും എന്താണ്? അസറ്റും ലാബിലിറ്റീസും ഇവിടെ ഈക്വൽ ആണ് എന്ന് നമുക്ക് മനസ്സിലായി. ഇങ്ങനെ ഈക്വൽ ആണെന്ന് തെളിയിക്കാനാണ് ഈ ഒരു പ്രോബ്ലം നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റുഡൻസ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വർക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു.